കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കിതാബാണല്ലോ സ്വഹീഹുൽ ബുഖാരി. അല്ലേ? എന്താണ് ഇമാം ബുഖാരി എഴുതിയ സ്വഹീഹിന്റെ സ്ഥാനം? അതിൽ ദഈഫില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ, പുതിയ മുജാഹിദുകൾ വന്നിട്ട് ബുഖാരിയിലും വൈരുദ്ധ്യമുണ്ടത്രേ, ബുഖാരിയും തള്ളണമത്രേ, ബുഖാരി പറഞ്ഞാലും സ്വീകരിക്കൂലെന്നാണ് ഇരുവേറ്റിക്കാരനായ ഒരു മൗലവി പറഞ്ഞത്രേ. ബുഖാരിയല്ല, ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂല. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് ആ നിങ്ങൾ വെറുതെ പറയിക്കാരും ബുഖാരിനെ കാര്യം തള്ളോ. മുജാഹിദ് ബാലുശ്ശേരി വന്നോട്ടെ, ശരിക്ക് കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവിടെ കേരളത്തിൽ പഠിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മിസ്റ്റർ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ കോടമ്പുഴ സംവാദത്തിന് ശേഷം പുതിയ ഗ്രൂപ്പിന്റെ നേതാവായി വാഴ്ത്തപ്പെടുന്ന മിസ്റ്റർ അബ്ദുസ്സലാം സുല്ലമി, അയാൾ അതിന്റെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർ തോറ്റത് എന്നാ പറഞ്ഞത്. ആരുണ്ടായ അതിലപ്പുറമായിരിക്കും, അത് വേറൊരു കാര്യം, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, അയാള് അബ്ദുസ്സലാം സുല്ലമിയുടെ ബുക്ക് നോക്കിയിട്ടാണ് ബാലുശ്ശേരി അടക്കമുള്ള എല്ലാവരും മുജാഹിദ് പഠിച്ചത്. പക്ഷെ അയാളെ കുറിച്ച് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? അയാൾ എല്ലാ ഹദീസും നിഷേധിച്ചു, ബുഖാരി നിഷേധിച്ചു. കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവി പോലെയുള്ള മൗലവിമാരൊക്കെ ബുഖാരി നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് ബാലുശ്ശേരി ഒന്ന് അവതരിപ്പിച്ചു. അതിന്റെ ശേഷം മൂപ്പരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, ഒക്കെ കണക്ക് തന്നെയാണ്. ആദ്യം ബാലുശ്ശേരി പറയട്ടെ, സലാം സുല്ലമിയെ കുറിച്ച് പറയും, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. കേട്ടോളി. നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു. അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ച കാഫർ. എങ്ങനെ? സഹീഹുൽ ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു, ഓൻ ആരാ? ഓൻ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്ത് നജ്മ് 3-4 വചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നത് അറിയോ? റസൂലുള്ള അഭീഷ്ടൻ സംസാരിക്കാറില്ല, എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ്, ആ ഹദീസ് വഹിയാണ്, ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ച എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബ്രീലിനെ നിഷേധിച്ചു, അള്ളാഹിനെ നിഷേധിച്ചു. മൻ യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹിനെ ധിക്കരിച്ചു. അമാനമരിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അള്ളാഹിനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്, ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, എ പി കെ സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മൊയ്ലിയാരെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാര് പറയുന്നത് എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ലെന്ന് നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ മറിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയുന്ന ബുഖാരിയിലല്ലേ, ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ. മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ. അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച ഒരു രസത്തിൽ ഞാൻ അവതരിപ്പിച്ചുതരാം. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, അനക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, മോളെ അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമീനെ കൊണ്ട് ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, എല്ലാരെ കൊണ്ടും വെപ്പിച്ചു.
നിങ്ങൾ ചിന്തിക്കണം. ഈമാനുള്ളവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് വരെ ഇവര് നിഷേധത്തിനിരയാക്കി ഒരു ദയം കാണിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ ടീമോ അതും വേണ്ട കാണിക്കാം. മടവൂർ വിഭാഗം ഹദീസ് നിഷേധിച്ചു എന്നാ പറഞ്ഞത്. ഇനി അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് ഈ ബാലുശ്ശേരിന്റെ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പാന്ന് കരുതോ? അവരെ ഹദീസ് നിഷേധം പറയാൻ ഞാൻ സക്കരിയ സലാഹിയെ ക്ഷണിക്കുകയാണ്. കാരണം ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ എത്തി കാര്യങ്ങൾ എന്നറിയോ? പരസ്യമായി ഹദീസ് നിഷേധം എല്ലാ വഹാബിയും തുടങ്ങി. അതുകൊണ്ടാണ് CD ടവറിൽ കോഴിക്കോട്ട് മുജാഹിദ് ആസ്ഥാനത്ത് ഹദീസുകളെ പുച്ഛിച്ചു തള്ളുന്ന പ്രസംഗം വരെ നടന്നത്രേ. എത്രത്തോളം താടി വെക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ, അതുപോലെ തന്നെ തുണി നെരിയാണിക്ക് മുകളിലാക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ പുച്ഛിച്ചു തള്ളിയിട്ട് നിഅമത്തുള്ള ഫാറൂഖി എന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നേതാവ് ആസ്ഥാനത്ത് വരെ പ്രഭാഷണം നടത്തിയെന്ന് തെറ്റി വന്ന സക്കരിയ സലാഹി വെളിവാക്കുന്നു. ചിലതൊക്കെ അങ്ങനെയാണ്. ഇവരിപ്പോഴാണ് ഉറപ്പിച്ച് പറയാം. അതാണ് നോക്ക്. ഇതിപ്പോ നേരത്തെ പറയേണ്ട മൂപ്പർ ഇതെല്ലാം പറയുന്നത്. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ വല്ല കിട്ടല. അപ്പൊ ഹദീസ് നിഷേധം, ആയത്ത് നിഷേധം, ഇതൊക്കെ ഈ വഹാബിസത്തിന്റെ കൂടപ്പിറപ്പാണ്. മുശ്രിക്കാക്കിയിട്ടാണ് ഇവർ കളി തുടങ്ങിയത്. ഇതും കൂടി കേട്ടോളൂ. ഔദ്യോഗിക വിഭാഗത്തിന്റെ ഹദീസ് നിഷേധം സക്കരിയ സലാഹി ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ പറയുന്നത്. നമുക്കൊരു പണിയില്ല. നിഅമത്തുള്ള ഫാറൂഖിന്റെ ക്ലിപ്പൊക്കെ മൂപ്പരന് ഇട്ടരും. നന്നായിട്ടൊന്ന് കേട്ടോളൂ ഹദീസ് എങ്ങനെ നിഷേധിക്കുന്നത്. പറയൂ സക്കരിയ സലാഹി. കാലമായപ്പോഴേക്കും അത്തരം ആളുകൾ സംഘടനയിൽ തലപൊക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പച്ചയായ ഹദീസ് നിഷേധം നമ്മുടെ CD ടവറിൽ നിന്ന് പോലും കേൾക്കാനിടയായി. ആ ക്ലിപ്പ് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് അരോചകമായിരിക്കും. നമ്മുടെ നിഅമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം നമ്മുടെ സംഘടന ആസ്ഥാനത്ത് താടി വളർത്തുന്നവരെ പരിഹസിച്ചുകൊണ്ട്, താടി വളർത്തുന്നത് ഉലുവാണെന്നാ പറഞ്ഞു. കുട്ടികൾ ഇപ്പൊ ഉലുവ് എന്നാ പറയില്ല. ഉലുവ് എന്ന് പറഞ്ഞാ അതിര് കവിയൽ. അതിര് കവിയൽ കുഫ്റല്ലേ? ഇയ്യാക്കും വൽ ഉലുവ ഫഇന്നൽ ഉലുവ അഹ്ലക മൻ കാന ഖബ്ലകും. ഉലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഉലുവാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത്. അങ്ങനെയുള്ള ഉലുവ് സുന്നത്ത് സ്വീകരിക്കുന്നതിനെ, താടി വളർത്തണമെന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന സ്വീകരിക്കുന്നതിനെ എന്താക്കി? അത് അതിര് കവിച്ചിലാക്കി ചിത്രീകരിച്ചു. പാന്റ് കയറ്റി കൊടുക്കുന്ന, നെരിയാണിക്ക് മീതെ പാന്റ് കട്ട് ചെയ്യുന്ന കുട്ടികളെ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയൊക്കെ പരിഹസിക്കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായ ആരെങ്കിലും വരും MSMക്ക്? ഇതാണ് ഒലുവ്. ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്. മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണത്. എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറുണ്ട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച് നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. പരസ്യമായ ഹദീസ് നിഷേധം. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, എവിടേക്കാണ് ഈ സമൂഹത്തെ ഇവരെ കൊണ്ടുപോകുന്നത്? ചിന്തിക്കേണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റായി ഞാൻ ഇവിടെ പറയുന്നു. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെരിയാണിക്ക് മുകളിൽ തുണിയെടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഹദീസ് നമ്മൾ പറയാണ്. അവൻ പറയാ എന്ത്? അത് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരൂല, അത് പറഞ്ഞിട്ട് വരുന്നോല് വന്നാൽ മതി. മനസ്സിലായി നിങ്ങൾക്ക്?